ഗുഡ് ഈവനിങ് ഓൾ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? നമ്മൾ ഇന്നലെ കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അത് നോക്കിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ദിവസത്തെ നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സെയിം സിനാരിയോയിൽ തന്നെ നമ്മൾ രണ്ട് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മൾ 49,000 അതുപോലെ 48,500 എന്നുള്ള ഈ രണ്ട് ലെവലുകളിലെ മാർക്കറ്റ് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും അല്ലെ, SNR എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോപ്പറായിട്ട് നല്ലൊരു എൻട്രി മാർക്കറ്റ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് നല്ലൊരു റിസ്ക് റിവാർഡ് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. 1:7 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് ഇന്ന് മാർക്കറ്റിൽ ആ ഒരു സെറ്റപ്പിൽ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവും. സോ അതിൻ്റെ എക്സിക്യൂഷൻസ് എങ്ങനെയാണ്? നമ്മൾ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ അതിൽ എൻട്രീസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? അതുപോലെ ഇന്നിപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇന്നലെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക് അല്ലേ, ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റ് മേജർ ആയിട്ടുള്ള പല ലെവൽസുകളെയും ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽസുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ബാങ്ക് നിഫ്റ്റി ഒരു 1 മിനിറ്റിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നാളത്തേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലാൻ നമുക്ക് നാളെ കിട്ടുമെന്നുള്ളത് എന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മേജർ ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ മിസ്സാക്കണ്ട, എല്ലാവരും ത്രൂ ഔട്ട് കാണാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരെ നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യം ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് മാർക്കറ്റിന്റെ കണ്ടീഷൻ മാറിയപ്പോൾ നമ്മൾ ആ ഒരു സെറ്റപ്പ് എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യാണ്. മനസ്സിലാവും. എന്നും നമ്മളുടെ ഇഷ്ടത്തിന് മാർക്കറ്റ് വരണമെന്ന് ഒരിക്കലും വിചാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സെറ്റപ്സിൽ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ കണ്ടീഷൻസിൽ മാറ്റിക്കൊണ്ടുവരാം. മനസ്സിലാവും. ഇപ്പോൾ മാർക്കറ്റ് എന്താണ്, സ്ട്രോങ് ആയിട്ട് ബെയറിഷായിട്ട് അഗ്രസീവായിട്ട് മാർക്കറ്റ് മൂവ് ഓൺ ചെയ്യുന്നില്ല, എന്നാൽ വളരെ കൺസോൾഡേറ്റ് ആയിട്ട് മാർക്കറ്റ് നിൽക്കുന്നില്ല അല്ലെ. ഫിക്സ് ഒക്കെ ഓൾറെഡി കൂടുതലായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം മൊമെന്റും കാര്യങ്ങളുണ്ട് അല്ലെ. ഏകദേശം ഒരു 500 പോയിന്റ്സ് കറക്റ്റ് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ കറക്റ്റ് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, എങ്ങനെ അവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽ സെക്ഷൻ നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ പ്ലാൻ. ഓക്കെ, സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, വീഡിയോയിലേക്ക് പോയാലോ. വാ. ഇന്നത്തെ ത്രൂ ഔട്ട് ട്രേഡ് നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മുടെ SNR ബേസ്ഡ് ഉള്ള സെറ്റപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് രാവിലെ മാർക്കറ്റ് കൺഫർമേഷൻ ബേസ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബേസ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഒരു 1:15 റിസ്ക് റിവാർഡാണ് മാർക്കറ്റിൽ തന്നിട്ടുള്ളത്. ഞാനിത് വെറുതെ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. സോ നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാലോ, നമുക്കൊരു പ്രോപ്പർ റിസ്ക്കും പ്രോപ്പർ റിവാർഡും നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ആ ഒരു റിവാർഡിൽ നമ്മൾ എന്തായാലും ഇറങ്ങും. ത്രൂ ഔട്ട് ഇത്രയും വലിയ റിവാർഡൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കാൻ ഒരിക്കലും പോകുന്നില്ല. മനസ്സിലാവും. അപ്പോൾ ഇതാണ് കറന്റ് ആ ഒരു സെറ്റപ്പ്. കണ്ടോ, 9,000 വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ. സോ ഇതെങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ലെവലുകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ 50 മിനിറ്റിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്ക് നോക്കാം അല്ലേ. ഇതായിരുന്നു നമ്മുടെ കറന്റ്ലി ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ അപ്പോഴും നമ്മൾ പറഞ്ഞ കാര്യം എന്താ, 49,000 എന്നുള്ളൊരു സോണിൽ നിന്നും മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. സോ ഇവിടെ സ്ട്രോങ് ക്യാൻഡിൽ വന്നാൽ എഗെയിൻ മാർക്കറ്റ് വേണമെങ്കിൽ മേളിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ ഇവിടെ നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ള കാര്യം 1 മിനിറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് നോർമലി ചെയ്യണ പോലെ അല്ലേ ഒന്ന് റീപ്ലേ ചെയ്ത് കാര്യങ്ങൾ നോക്കാം. ഫൈൻ. സോ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത കണ്ടീഷൻ എന്തായിരുന്നു, ഇങ്ങനെയായിരുന്നു. സോ ഇവിടെ ഇന്നത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്കൊരു വലിയ റിസ്ക് റിവാർഡ് മിസ്സായി. 1:15 വരെ പോയിട്ടുള്ള ഒരു ട്രേഡ് നമ്മൾ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ആ സെയിം അന്ന് മിസ്സായത് ചിലപ്പോൾ ആരെ കൊണ്ടാ, നമ്മുടെ ഈ പറയുന്ന ഫ്യൂച്ചർ ചാർട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്തപ്പോൾ അവിടെ എന്താ കൺഫർമേഷൻ കിട്ടിയില്ല. പക്ഷെ ഇന്നത്തെ ട്രേഡിൽ ക്ലിയർ കൺഫർമേഷൻ നമ്മുടെ ഫ്യൂച്ചറിൽ കിട്ടി. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ട് നല്ല പ്രോപ്പർ എൻട്രി എന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. യെസ്, ഇതുപോലെ അഗ്രസീവായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ? യെസ്, ഇവിടെ നോക്കി ഈ ലെവലിൽ നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്താണ്. ഞാൻ പറഞ്ഞു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണാണ് 49,000 എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് രാവിലെ വന്ന് നല്ല റിജക്ഷൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് പ്ലാൻ ചെയ്ത് ഈ റിജക്ഷൻ കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നല്ലൊരു, സോ ഇനി ഡേ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകണം അല്ലേ. ഡയറക്ഷൻ താഴേക്കാണെങ്കിൽ നമുക്കൊരു എൻട്രി എവിടെ എടുക്കാം, നമുക്ക് മേജർ ആയിട്ടുള്ള സപ്ലൈ സോണിലോ. സോ 50 മിറ്റിഗേഷൻ ഇക്വിലിബ്രിയം, സോ അതൊക്കെ കണ്ടീഷനിൽ നമ്മൾ എടുക്കേണ്ട കേസാണ്. സോ അവിടെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, അതേപോലെ പ്രോപ്പറായിട്ട് നമ്മുടെ ചാനലുകൾ എല്ലാവരും
ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫ്യൂച്ചറും കൂടെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്താലാണ് കാര്യങ്ങൾക്ക് അത് നോക്കണതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കണക്ട് ആവണം. മനസ്സിലായോ? സോ രാവിലത്തെ കണ്ടീഷനിൽ ഫ്യൂച്ചർ എന്താ ചെയ്തേ? ഇതാണ് 29th മാർക്കിൻ്റെ കണ്ടീഷൻ. നോക്കി, രാവിലെ തന്നെ നല്ല റിജക്ഷൻ ക്യാൻഡിൽ ഫ്യൂച്ചറിൽ തന്നു അല്ലേ? നല്ല റിജക്ഷൻ ക്യാൻഡിൽ ഫ്യൂച്ചറിൽ തന്നിട്ട് ഫ്യൂച്ചർ എന്ത് ചെയ്തു? കണ്ടോ? ഇവിടെ ഇത് ഇൻഡെക്സ് ആണ്, ഫ്യൂച്ചർ ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. കണ്ടോ? ഇവിടെ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നു. നമുക്കപ്പോൾ എന്ത് കിട്ടി? ബ്രേക്ക് ഔട്ട് കിട്ടി. ഇനി എവിടെയാ എൻട്രി പോയിന്റ്? ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴുള്ള സോൺസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ്. കണ്ടോ? ഇവിടെയാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ ഇവിടെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു എൻട്രി എടുക്കാനുള്ളൊരു കേസ് ഇല്ല. കണ്ടോ? ഇവിടെ എത്ര മണിയായി? 9:31 നമ്മുടെ മാർക്കറ്റിൽ ഇവിടെ ഒരു എൻട്രി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അല്ലേ? നോക്കി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ? ഇവിടെ ഈ ലോ കിടക്കുകയാണ്. സോ ഇവിടെ ഈ കണ്ടീഷൻ വന്നു, ഇവിടെ ടാപ്പ് ചെയ്തു, മാർക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തിരിച്ച്. സോ ഫ്യൂച്ചറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഫ്യൂച്ചറിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം? ആ സെയിം സോൺ നമുക്ക് പ്ലോട്ട് ചെയ്യാം. കണ്ടോ? നമ്മളവിടെ എൻട്രി എടുക്കാം. അപ്പം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് കണ്ടോ, ഈ ഒരു സോണാട്ടോ നമ്മുടെ മെയിൻ സോൺ. അറിയാലോ, നമ്മുടെ മേജർ ആയിട്ടുള്ള സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സോണിലേക്ക് ഒരു 200 പോയിന്റ്സ് ആണ് മാർക്കറ്റ് തരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സൽ പോസിബിലിറ്റി ഹൈ ആണ്. സോ ഇതൊരു വലിയ കൺഫർമേഷൻ ആണോ എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നല്ലൊരു കണ്ടിന്യൂഷൻ ട്രേഡ് ആയതുകൊണ്ട് മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ മന്ത് എൻഡിലേക്ക് വന്നേക്കാണ്. നമ്മൾ ഇവിടെയും റിസ്ക് കൂടുതൽ എടുക്കുന്നത് എന്താണ്? ഇവിടെയും നമ്മൾ റിസ്ക് കൂടുതൽ യൂസ് ചെയ്യാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മന്ത് എൻഡിൽ PNL നല്ല രീതിയിൽ ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മന്ത് എൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ലിമിറ്റ് ചെയ്യുക. നമ്മുടെ മിനിമം നമ്മളെ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുള്ള ആ ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് അതിനനുസരിച്ച് ലിമിറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ നമ്മൾ 1500 റിസ്ക് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം 25 പോയിന്റ്സ് ആണ് നമ്മൾ SL പ്രീമിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിലേക്ക് ഞാൻ പോവാം, ട്രേഡ് വയ്ക്കാൻ പോവാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എങ്ങനെയാണ് കണ്ടോ ഇവിടുത്തെ റിയാക്ഷൻ കണ്ടോ? സെയിം ട്രേഡ് തന്നെ നമ്മൾ സോ ഇവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ക്ലിയർ ആയിട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. സോ ഇവിടുത്തെ ക്ലിയർ ടാർഗറ്റ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് 500 to 500 നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സോണാണ്. സോ പക്ഷെ നമ്മൾ ഈ ഒരു സോണിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്ലാൻ ചെയ്യണം. കാരണം അവിടെ ഒരു ബൈയിങ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അവിടെ നടന്നില്ലെങ്കിൽ നല്ല രീതിയിലുള്ള വീഴ്ചയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് അവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോഴും കണ്ടോ ഈ ഒരു ലോയിനെ കട്ട് ചെയ്തത് ഇവിടെയാണ്. സോ അവിടെ നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു. കണ്ടോ? ഈ ഒരു സോണിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒരു 1:2 റിസ്ക് റിവാർഡ്. ഓക്കെ, 1:7 മാർക്കറ്റ് റിസ്ക് റിവാർഡ് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? 1:7 റിസ്ക് റിവാർഡ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ റിസ്ക് റിവാർഡ് ഞാൻ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അത് വിട്ടൊരു കളി നമുക്കില്ല അല്ലേ? അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം. ഇവിടെ ഏകദേശം ഒരു 9:37 അല്ലേ, 33-37 ആ ഒരു ടൈമിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം. കണ്ടോ? 9:34 നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇവിടെ കാൽക്കുലേറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ളത് എത്രയാ? 60 ക്വാണ്ടിറ്റി ആണ്. പ്രോപ്പർ 1500 റിസ്കി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. 60 × 25 ആണ് SL ഉണ്ടായിരുന്നത്. സോ നമ്മളവിടെ 1500 രൂപയാണ് റിസ്ക് എടുത്തിട്ടുള്ളത്. ഏകദേശം നോക്കിക്കേ 10:04 ആയപ്പോൾ തന്നെ നമ്മളവിടെ എക്സിറ്റ് ചെയ്തതായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ? നിങ്ങളിവിടെ നോക്കിയേ, കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തോ? 10:04 കണ്ടോ? താഴെ കാണാം. കറക്റ്റ് 10:04 ആയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തു. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് അത് കഴിഞ്ഞ് മാർക്കറ്റ് അഗ്രസീവായിട്ട് പോകും. അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന റിസ്ക് റിവാർഡ് എന്താണോ അത് ഞാൻ എടുത്തിരിക്കും. അതിന് കൂടുതൽ മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. മാർക്കറ്റ് പൊക്കോട്ടെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അഗെയിൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ കയറാം. കണ്ടോ? അതിനുശേഷം മാർക്കറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി മാർക്കറ്റ് റേഞ്ച് ആയിരുന്നു. കണ്ടോ? ഫ്യൂച്ചർ നോക്കിയാണെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് കണ്ടോ ടാപ്പ് ചെയ്തിട്ട് ആ അഗ്രഷൻ കണ്ടോ ഫ്യൂച്ചറിൽ ത്രൂ ഔട്ട് മാർക്കറ്റ് അതിന് ശേഷം താഴേക്ക് ഇത്ര വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു സോൺ വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ?
അതിനും താഴെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഒരു ലെവലിനും താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒറ്റ ട്രേഡ് ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ 1:14 അല്ലെങ്കിൽ 15 എന്നുള്ള കണ്ടീഷൻ ഇത് എപ്പോഴും നടക്കുന്ന കാര്യമൊന്നുമല്ല മാർക്കറ്റിൽ, മനസ്സിലായോ. ഇത് നമുക്ക് ഒരു 15 മിനിറ്റിന്റെ പ്ലാനിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ മേജർ പ്ലാനൊക്കെ ആണെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഇതൊക്കെ ഹോൾഡ് ചെയ്യും, ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്ലാൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല, മനസ്സിലാവും. സിമ്പിളായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച SNR കൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അത് ബേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത്ര കാര്യമാക്കിയിട്ടില്ല അല്ലേ. സോ അതാണ് കറൻ്റ്ലി ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ്. അതിനുശേഷം മാർക്കറ്റിൽ ഒന്നും ഒരു ട്രേഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ശരിക്കും ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഫോളോ ചെയ്യണവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഉള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് കറൻ്റ്ലി നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ഓൺ ടൈമിൽ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ അപ്ഡേറ്റ് ആയിരിക്കും. നമുക്ക് പണിയൊന്നുമില്ലല്ലോ, ട്രേഡൊക്കെ ചെയ്തിരിക്കാന്നല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേർക്ക് അത് ഗുണമായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒരു ആക്റ്റീവായിട്ട് നിന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് പോവാം. പെഗെ നിങ്ങൾക്ക് രാവിലെ തന്നെ നമ്മൾ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചറിൻ്റെയും അതേപോലെ ഇൻഡെക്സിൻ്റെയും ചാർട്ട് കുറേ പേര് ഈ റെഡും ഗ്രീനും പറഞ്ഞാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ഫ്യൂച്ചറും ഇതും കോർഡിനേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് കളർ. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു ലെവൽ കറക്റ്റ് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ഔട്ട് നമ്മൾ ഇട്ടു, ലെവൽ മാർക്ക് ചെയ്തു. സോ ഇവിടെ ഏത് പ്രീമിയത്തിൽ കയറണം, എങ്ങനെ കയറണം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോഴ്സ് കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും ഈ പറയുന്ന ടെലിഗ്രാമിൽ ചാനലിൽ അതൊരിക്കലും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, മനസ്സിലാവും. എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് ത്രൂ ഔട്ട് ഇവിടെ നിന്ന് റാലി ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടോ. അതിനുശേഷം നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. സോ ഇതായിരുന്നു നമ്മുടെ സെറ്റപ്പ്. സോ അവിടെ പ്രോപ്പറായിട്ട് വരച്ചിട്ടു, ബ്രേക്ക് ഔട്ട് തന്നു, കണ്ടോ, കൺഫർമേഷൻ തന്നു, ഇതാണ് സോൺ. ഇവിടെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് എടുക്കാം. സോ ഇതിന് ബ്രേക്ക് ചെയ്ത് നമ്മൾ സ്റ്റിൽ ഇതിൻ്റെ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, SL അടിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യം. സോ ഇവിടെ ത്രൂ ഔട്ട് മാർക്കറ്റ് താഴേക്ക് തന്നു. സോ ബുക്ക് ചെയ്യേണ്ട സോണാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, അത് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ എത്ര പേർ കയറി, അതിൻ്റെ ഇടയിൽ കമൻസ് ചാറ്റ്സ് കാര്യങ്ങൾ നോക്കി അറിയാം. എത്ര പേര് കയറി എന്നുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്, കണ്ടോ. ഇതിൽ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ എൻട്രി ആൻഡ് എക്സിറ്റ്. എനിക്ക് PNL ഒന്നും ആരും ഷെയർ ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങളുടെ പേഴ്സണൽ അല്ലേ. അപ്പം നിങ്ങൾ നോർമലി നിങ്ങളുടെ ഇത് ഷെയർ ചെയ്യുക, ഈ പറയുന്ന എൻട്രി ആൻഡ് എക്സിറ്റ് ഷെയർ ചെയ്യുക. അപ്പം എനിക്ക് അവിടെ നിങ്ങളുടെ ഇഷ്യൂസ് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ 900 എടുത്തിട്ട് ഏകദേശം 967 എടുത്തു, സെല് ചെയ്തു, പാർഷ്യലായിട്ടാണ് തോന്നുന്നത് എക്സിറ്റ് ചെയ്തു, കൊള്ളാം, ബൈ, നൈസ്. ഓക്കെ, താഴെ നോക്കാന്നുണ്ടെങ്കിൽ 340 എടുത്തു, 412 എക്സിറ്റ് ചെയ്തു, ബാക്കി 470 എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്ന പെട്ടെന്ന് ആൾക്കാർ പാനിക്കായിട്ട് ഒരിക്കലും കോൺഫിഡൻസ് കുറവുണ്ട് എല്ലാവർക്കും അല്ലേ. പിന്നെ ഇതിനുള്ളിലുള്ള ബാക്കി കഥ, തിരക്കഥ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നിങ്ങൾക്ക് പറയാനുള്ള സ്ഥലമാണ്. സോ രാവിലത്തെ കേസിൽ സോ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ ഓക്കെ ഇവിടെയാണ് കാര്യങ്ങളുള്ളത്. സോ 1:2 ബുക്ക് ചെയ്തിട്ടുണ്ട്, ഫൈൻ. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടണില്ല പിടിച്ചു നിർത്താനായിട്ട്. ഇവിടെ ഈ പറയുന്ന ഒരു ആ പേഴ്സൻ്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ 340 എൻട്രി എടുത്തു, 412 എക്സിറ്റ് ചെയ്തു. പക്ഷെ ത്രൂ ഔട്ട് നമുക്ക് 500 പോയിന്റ് മൂവ് ചെയ്യുന്നുള്ള ഒരു വ്യൂ ഉണ്ടെങ്കിൽ പോലും അതിനുള്ള കോൺഫിഡൻസ് കിട്ടുന്നില്ല. പക്ഷെ അത് നമുക്ക് ഇവിടെ പയ്യെ ബിൽഡ് ചെയ്തെടുക്കാം, കണ്ടോ. ഇവിടെ നോക്കിയാലും ബൈ ചെയ്തത് 196 ബൈ ചെയ്തു, 220 എക്സിറ്റ് ചെയ്തു, പിന്നെ 320 എൻട്രി എടുത്തിട്ട് 350 എക്സിറ്റ്. സോ അത് സ്കാൽപ്പിംഗ് ആണ് ഇവിടെ അതിൽ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ത്രൂ ഔട്ട് എടുത്തു കഴിഞ്ഞാലും ബെറ്റർ തന്നെയാണ്. പിന്നെ ഓരോരുത്തർ ചെയ്യുന്നത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. സോ അതിലേക്ക് നമ്മൾ കൂടുതൽ കൈയെടുത്തൊന്നും ശരിയല്ല. ഇവിടെ 1:2.5 ബുക്ക് ചെയ്തു, ഫൈൻ. സോ അതിനുശേഷം നമ്മളുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വേറെ ക്ലിയർ ആയിട്ട് നമ്മൾ കാര്യം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ വോയിസാണ്, ഞാനത് കേൾപ്പിച്ച് നിങ്ങളെ ഉറപ്പിക്കണില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം ഓൾറെഡി ടാർഗറ്റ് തന്നു, എഗെയിൻ അടുത്തൊരു പ്ലാൻ. സോ ഇവിടെ എന്താണ് വെയിറ്റിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വെയിറ്റിംഗ് ആണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സോ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ഈ ഒരു റേഞ്ചാണ്, മേളിലേക്കും താഴേക്കും റേഞ്ച് ആണെന്നുള്ള കാര്യം പറഞ്ഞു. സോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞു. 1 മിനിറ്റ് ഇല്ല ബ്രോ ആയിട്ടില്ല. ഞാൻ പറയാതെ തന്നെ അതിനകത്ത് റിപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞപ്പോൾ. സോ അതിനുശേഷം എന്താണ് അവസ്ഥ എന്ന് വെച്ചു, മാർക്കറ്റായിട്ട് അടി ഉണ്ടാക്കി എത്ര പേരുണ്ട്, കണ്ടോ. ഇവിടെ ഏകദേശം 72% അടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് നിങ്ങൾ
ഫോളോ ചെയ്യുന്നോ നിങ്ങളുടെ ഇമോഷൻസും മാക്സിമം മാർക്കറ്റ് റേഞ്ച് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നോക്കി നിന്നാൽ തന്നെ നിങ്ങൾക്ക് ട്രേഡ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവും? അപ്പോൾ അങ്ങനെ മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ 28% ആളുകൾ എന്നിട്ട് മാർക്കറ്റായിട്ട് അടി ഉണ്ടാക്കി. അതിപ്പോൾ നമുക്ക് ചില ആൾക്കാരുണ്ട് ഞാനത് ചെയ്തേ പറ്റൂ എന്നുള്ളത്, അവർ ആ വഴിക്ക് തന്നെ പോകും. പക്ഷെ നമുക്ക് പയ്യെ പയ്യെ എല്ലാവരും ഇത് നമുക്ക് പയ്യെ കുറച്ച് സീറോയിലേക്കും നമുക്കിത് 100ലേക്കും എത്തിക്കാനുള്ളൊരു കാര്യം ഭാവിയിൽ പറ്റുമെന്ന് നമുക്ക് വിശ്വസിച്ച് പോവാം. കാരണം ഇതിലെല്ലാവരും ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കണ്ടോ, ഇന്ന് 46%, കാരണം നമ്മൾ ഇന്നത്തെ പ്ലാൻ പ്രോപ്പർ പ്ലാൻ ആയിരുന്നു, പ്രോപ്പർ എൻട്രി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റ് 46% എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും 28% ലോസ് ബുക്ക് ചെയ്തു, നോട്ട് ട്രേഡ് ചെയ്തവരുണ്ട്, സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. സോ എന്നാലും കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1500 റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എത്ര റിസ്ക് റിവാർഡാണ് പിടിച്ചിട്ടുള്ളത്? ഏകദേശം 5800 ആണ് നമ്മൾ നമ്മുടെ ഈ അക്കൗണ്ടിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇതുവരെ 2500 ആണെങ്കിൽ ഇവിടെ കൂടുതൽ എന്ത് പറ്റിയാണേ, കൂടുതൽ റിസ്ക് റിവാർഡിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് വന്നാണ് 10,000 ഇപ്പോൾ വന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി 2 ഡേയ്സ് നോക്കാന്നുണ്ടെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ ലോസ് ബുക്ക് ചെയ്തതാണ് അല്ലേ. അപ്പോൾ എഗെയിൻ നമ്മൾ ഇന്ന് എടുക്കുന്ന ട്രേഡ് അത്രയും കൺഫർമേഷൻ ഉള്ള ട്രേഡ് ആണോ? അല്ല, ജസ്റ്റ് റിസ്ക് എൻട്രി തന്നെയാണ് അല്ലേ, വിത്തൗട്ട് പ്ലാനിലുള്ള ട്രേഡാണ്. സോ അവിടെ നമ്മൾ എഗെയിൻ ഈ പറയുന്ന റിസ്ക് കൂട്ടി എടുക്കുന്നതിൽ കാര്യമില്ല. പിന്നെ 25 പോയിന്റ്സ് ആണ്, 25 പോയിന്റ്സ് നമ്മൾ എസ് എൽ വെച്ചത്. നോർമലി ഞാൻ ആവറേജ് എപ്പോഴും എസ് എൽ കീപ്പ് ചെയ്തിട്ട് 35 പോയിന്റ് 40 പോയിന്റ്സ് ഒക്കെയാണ്. മനസ്സിലാവും? 25 പോയിന്റ്സ് വന്നപ്പോൾ നമ്മൾ ആ റിസ്ക് ലിമിറ്റ് ചെയ്തിട്ട് നമ്മൾ എൻട്രി ചെയ്തു. സോ അതിനുള്ള ഒരു റിവാർഡ് കിട്ടി. സോ പ്രീവിയസ് 2 ദിവസത്തെ കവർ ചെയ്തിട്ട് ചെറിയൊരു പ്രോഫിറ്റിൽ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിൽ മുമ്പോട്ട് പോകാൻ. റിസ്ക് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എപ്പോഴും മന്ത് എൻഡിലേക്ക് വരുമ്പോൾ റിസ്കിനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു ഓൾറെഡി ഒരു പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റിനെ കൊണ്ട് കളയേണ്ട രീതിയിലേക്ക് ഒരിക്കലും പോരുത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പ്രോഫിറ്റിനെ കൺട്രോൾ ചെയ്ത് തന്നെ നമ്മൾ മന്ത് എൻഡിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക, പ്രോഫിറ്റിലേക്ക് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് കറൻ്റ്ലി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് നമ്മുടെ നാളത്തെ പ്ലാൻ. അടുത്ത നമ്മുടെ പ്ലാനിലേക്ക് നമുക്ക് പോവാം. ട്രേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽസ് ആണ് നമ്മൾ ഇന്ന് ട്രേഡ്സിന് വേണ്ടി എടുത്തിട്ടുള്ള ലെവലുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഇനി നാളത്തെ പ്ലാനിലേക്ക് നമുക്ക് പോവാം. സോ നാളത്തെ പ്ലാൻ നമ്മുടെ കറൻ്റ്ലി മാർക്ക് ചെയ്തേക്കണം എല്ലാം ഞാൻ ഒന്ന് റിമൂവ് ചെയ്തേക്കാം. സോ പ്രീവിയസ് മാർക്ക് ചെയ്തേക്കുന്ന പോലെ തന്നെ. സോ 15 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മേജറായിട്ടുള്ള നമ്മുടെ ആ ഒരു സോണിനെ ഓൾറെഡി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓൾറെഡി മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. താഴ്ന്ന മേജർ സോൺ നമുക്കതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഈ ലോയിനെ നമുക്ക് പുറത്തു കൊടുക്കാം അല്ലേ. ഇവിടെ 2 മേളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. താഴേക്ക് പറയാം, മേളിലേക്ക് പോകുകയാണെങ്കിൽ 2 കീ ലെവൽസ്, നമുക്ക് 3 കീ ലെവൽസ് ഉണ്ട്. കണ്ടോ, ഇതൊരു സോണാണ്, മേജറായിട്ടുള്ള ഓൾറെഡി ഹൈ ആണ് അല്ലേ, ഹൈൻ്റെ അടുത്താണ്. ഇതൊരു സോണാണ്. പിന്നെ എവിടെയാ, ഇതൊരു സോണാണ്. ഇതെല്ലാം ഞാൻ വരച്ചു വെച്ചിട്ട് ഇതെല്ലാം നോക്കണം എന്നല്ലേ, നമുക്ക് അതിനുള്ളിൽ ഓരോരോ പ്ലാൻസ് നമ്മൾ സ്വിച്ച് ചെയ്തെടുക്കാം. മനസ്സിലാവും? സോ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സൽ 1 മിനിറ്റിൽ തന്നാൽ മാർക്കറ്റിന്റെ ഈ കംപ്ലീറ്റ്ലി ഉള്ള മൊമെന്റം കണ്ടോ, ഇതൊരു ഒറ്റ പുഷ് അല്ലേ. സ്ട്രക്ചർ നോക്കിയേ, സിമ്പിളായിട്ട് ഡയറക്ഷൻ നോക്കിയാൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴെ വന്നു, യെസ്, മേളിലേക്ക് പോയി, എഗെയിൻ താഴേക്ക് വന്നു, യെസ്, ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് മാർക്കറ്റ് ത്രൂ ഔട്ട് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോയതായിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇത് ഒരു ത്രൂ ഔട്ട് മൊമെന്റ് ആണ്. ഇവിടെയൊക്കെ നല്ല ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാൻഡിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ മേജറായിട്ട് കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോണാണ് മേജറായിട്ട് ഒരു സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. കണ്ടോ, ഈ ഒരു സോണാണ് നമുക്ക് സപ്ലൈ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക. സോ മാർക്കറ്റ് ഒരു റീടെസ്റ്റ് തരാം, റീടെസ്റ്റ് തരാൻ പോസിബിലിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. ആദ്യം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഇക്വിലിബ്രിയത്തിലേക്കാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന സോണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോണുകളിലെ ഈ പറയുന്ന ലെവലാണ് നമുക്ക് ഫസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ സൈക്കോളജിക്കൽ ലെവലും കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, ഇനി മുതൽ കൺസിഡർ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മേജർ ആയിട്ടുള്ള സോൺ. ഇന്നത്തെ ഡേ ഹൈ തന്നെയാണ്.
മേജർ ആയിട്ടുള്ള സോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഒരു 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നാൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ നിന്ന് 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നാൽ താഴേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സോൺ എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇതൊക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടുത്തെ ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ലെവൽ എന്ന് പറയുന്നതിൻ്റെ ഇതൊക്കെ ബൈ സൈഡ് ലിക്വിഡിറ്റി കൂടിയാണ്. മനസ്സിലായോ? ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. യെസ്, ഇത് ബൈ സൈഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ വീഡിയോയിലേക്ക് നമ്മൾ ലിക്വിഡിറ്റി ബേസ്ഡ് ട്രേഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഞ്ച് നല്ല റേഞ്ചിലിരിക്കുന്ന സമയത്താണ് നമുക്ക് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡുകൾ കാര്യങ്ങൾ വരാം. സെൽ സൈഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് ബിൽഡ് ചെയ്യും അല്ലെ. പാറ്റേൺ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ഒക്കെ നിങ്ങൾ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവിടെയൊക്കെ കംപ്ലീറ്റ്ലി ലിക്വിഡിറ്റി ട്രാപ്പാണ് നടക്കണേ. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസം നമുക്കതൊക്കെ ആ സിനാരിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകുമ്പോഴാണ് അത് നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് കണക്ട് ആയി വരുള്ളൂ. വെറുതെ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റോട് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. മാർക്കറ്റിൽ ഓരോ ദിവസത്തിലെ സിറ്റുവേഷൻ വെച്ച് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് വരാം. സോ ഇവിടെ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അഗെയിൻ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നാൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്കാണ് പ്ലാൻ ചെയ്യുക. മനസ്സിലായോ? ഇത് 15 മിനിറ്റിൻ്റെ പ്ലാനാണ്. സോ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? 1 മിനിറ്റ് ഇങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക അല്ലേ. സോ അതിനെ നമ്മൾ ഒരു എൻട്രി എടുത്ത് ഇവിടം വരെ ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിനുള്ളിൽ നല്ല റിസ്ക് റിവാർഡ് എടുക്കാൻ നോക്കാം. നല്ലൊരു പ്ലാനാണ്, എല്ലാവരും സ്വിച്ച് ചെയ്ത് നോക്കാം. സോ ഇവിടെ മാർക്കറ്റ് 1 മിനിറ്റ് റിവേഴ്സ് ആയില്ലെങ്കിൽ എഗെയിൻ മാർക്കറ്റിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പക്ഷെ ഇവിടെ വന്നിട്ട് എഗെയിൻ റിവേഴ്സൽ തന്നാൽ ഞാൻ പറയുന്നത് ഡൗൺ ട്രെൻഡ് ആണ്. ഇതിനി ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് മേളിലേക്ക് പോകുന്നത് കറക്റ്റീവായിട്ടും താഴേക്ക് വരുന്നത് ഇമ്പൾസീവായിട്ട് അല്ലെ. അപ്പം മേളിലേക്ക് പോകുന്നത് കറക്റ്റീവായിട്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ നിന്ന് താഴേക്ക് പോകുന്നത് വളരെ ഇമ്പൾസീവായിട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ് കേട്ടോ. അപ്പം അതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് നിങ്ങൾ പ്ലോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മേജറായിട്ട് നോക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ലെവൽ, നമ്മുടെ മെയിൻ ഒരു ലെവൽ ഉണ്ടല്ലോ, നമ്മൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യണേ 48,500. യെസ്, ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. നാളെ മാർക്കറ്റ് ഇതിന് താഴെ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത കീ ലെവൽ താഴേക്ക് നോക്കാം അല്ലേ. അടുത്ത കീ ലെവൽ എവിടെയാണ്? അടുത്ത കീ ലെവൽ 48,000. യെസ്, 48,000 നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം നമ്മുടെ ഈ ഒരു ലെവലിൽ നിന്ന് താഴേക്ക് പോകണമെങ്കിൽ. ഓക്കെ, സോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് റീടെസ്റ്റ് പോസിബിലിറ്റി ഉണ്ട്. കീ ലെവലിൻ്റെ കളറൊന്ന് ഞാൻ ചേഞ്ച് ചെയ്യാം. എന്തായാലും കീ ലെവലിൻ്റെ കളർ ഇനി മുതൽ ഈ ഒരു കളർ കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. യെസ്, ഇങ്ങനെ ആവട്ടെ കാര്യങ്ങൾ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇങ്ങനെ ആവട്ടെ. ഇതായിരിക്കും നമ്മളിനി നമ്മളുടെ മേജറായിട്ടുള്ള SNR ലെവൽസ് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കളറാകുമ്പോൾ നിങ്ങൾക്ക് ഇത് പേടിക്കണ്ട. ഈ ഒരു 50 കിലോമീറ്ററിലേക്ക് മാർക്കറ്റ് വരുന്നു. ഇതാണ് മേജറായിട്ടുള്ള സോൺ. സോ ഇനി നമുക്ക് വേണ്ടത് ഇത് 15 മിനിറ്റിൽ പ്ലാൻ കിട്ടി അല്ലേ. ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ എഗെയിൻ അത് അവിടെ തന്നെ കിടക്കട്ടെ. 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. 1 മിനിറ്റിൽ മാർക്കറ്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ട്രെൻഡ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇന്നൊരു ട്രെൻഡ് റിവേഴ്സിൽ 1 മിനിറ്റിൽ മാർക്കറ്റ് തന്നു അല്ലേ. മേജറായിട്ട് മാർക്കറ്റിലൊരു ലോ കൺസിഡർ ചെയ്യുക എവിടെയാണ്? ഇതാണ് ട്രെൻഡ് റിവേഴ്സിൽ മേജറായിട്ടുള്ളൊരു ലോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക താഴെയാണ്. ഇതാണ് മേജർ ലോ. സെക്കൻഡ് മാർക്കറ്റ് വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽ ടാപ്പ് ചെയ്ത് പോകാം. സോ നാളത്തെ കണ്ടീഷൻ നാളെ നോക്കാം അല്ലേ. നാളത്തെ 1 മിനിറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. നാളെ മാർക്കറ്റ് വല്ല ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാൻസ് നമ്മൾ സ്വിച്ച് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലായോ? സോ അത് നമുക്ക് നാളത്തെ മാർക്കറ്റിൽ നോക്കാം. ഇതാണ് കറൻ്റ്ലി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ എല്ലാവരും ഈ പ്ലാനിലേക്ക് നോക്കാം. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാവരും കമൻറ്റിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാട്ടോ. നിങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു സീരീസ്? ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് 1 മന്ത് ആവാൻ പോകുന്നു അല്ലേ. അപ്പോൾ 1 മന്തിൽ നമ്മളുടെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് ഉണ്ടോ? എന്താണ് നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു സീരീസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അതൊക്കെ വായിക്കാൻ നമുക്കൊരു ഉഷാറുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള പ്ലാൻ ഡേ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാൻ. മറക്കണ്ട, ഈ ഒരു പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുള്ള പ്ലാൻസ് കൺഫർമേഷൻസ് നമുക്ക് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ അപ്ഡേഷൻസ് ടെലിഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്ത് നോക്കാം.
സോ ഇതാണ് നമ്മുടെ പ്ലാൻസ് കാര്യങ്ങൾ. സോ നിങ്ങൾ എല്ലാവരും നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസുകൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്ത് വെക്കുക. ആ ലെവൽസുകൾ മനസ്സിലാക്കി നാളെ അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുക. ത്രൂ ഔട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും അപ്ഡേറ്റ്സ് കാര്യങ്ങൾ. നിങ്ങൾ കണ്ടതാണല്ലോ, ടെലിഗ്രാമിൽ നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടെങ്കിൽ റേഞ്ച് ആണെങ്കിൽ റേഞ്ച് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് അപ് ടു ടൈമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക, അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. എല്ലാവരും ആക്റ്റീവായിട്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അവിടെ ചാറ്റ് ചെയ്യാം. താഴെ നിങ്ങൾക്ക് കമന്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല, അതിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പും അതിനുള്ളിൽ തന്നെ ഉണ്ട്, ചാനലിനുള്ളിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾക്ക് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ട്രേഡ് എടുത്തോ, എന്താണ് സംഭവിച്ചത്, ഒന്നും എനിക്കറിയാൻ പറ്റുന്നില്ലല്ലോ. സോ നമ്മുടെ ടെലിഗ്രാമിലുള്ളവർ ഓൾറെഡി അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻ്റായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇനിയിപ്പോൾ അധികം പറഞ്ഞ് വലിച്ചിട്ടുണ്ടല്ലോ. ഇസ്മി അഭിജിത്ത് സൈനിങ് ഓഫ്.